കെ സുരേന്ദ്രനെ വളഞ്ഞിട്ട് പഞ്ഞിക്കിടുകയാണ് ബി ജെ പി അണികളും അതുപോലെ തന്നെ രണ്ടാം നിരയിലുള്ള നേതാക്കളും. ശോഭാജിയെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് അവരുടെ മുറവിളി. മറ്റൊന്നുമല്ല, കാരണം പാലക്കാട് വമ്പൻ തോൽവിയാണ് ബി ജെ പി ഇരന്ന് വാങ്ങിയത്. എൽ ഡി എഫിൻ്റെ കാര്യം മാറ്റി നിർത്താം. ബി ജെ പിക്ക് അവിടെ വിജയപ്രതീക്ഷ 100%. പാലക്കാടുകാരനായ ഒ രാജഗോപാലിൻ്റെ പിൻഗാമിയായി പാലക്കാട് നിന്ന് തന്നെ സി കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ച് നിയമസഭയിലെത്തിക്കാം എന്ന മനപ്പായസമായിരുന്നു സുരേന്ദ്രൻ്റെ ഉള്ളു നിറയെ. അതായത് സി കൃഷ്ണകുമാർ വിജയിക്കും. കഴിഞ്ഞ തവണത്തെ ഇ ശ്രീധരൻ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് സി കൃഷ്ണകുമാർ നേടുമെന്ന പ്രതീക്ഷയായിരുന്നു കെ സുരേന്ദ്രന്. കെ സുരേന്ദ്രൻ്റെ ആ കണക്കുകൂട്ടലിനാണ് തലയ്ക്കടി കിട്ടിയതുപോലെ, അല്ലെങ്കിൽ തലയിൽ ഇടുത്തി വീണതുപോലെ വമ്പൻ പരാജയം മാത്രമല്ല, യു ഡി എഫും എൽ ഡി എഫും പാലക്കാട് വോട്ട് നില മെച്ചപ്പെടുത്തിയപ്പോൾ ബി ജെ പിക്ക് ഏകദേശം 10,671 വോട്ടുകൾ മണ്ഡലത്തിൽ കുറയുകയും ചെയ്തു. ബി ജെ പിയുടെ കൈപ്പിടിയിലുള്ള നഗരസഭാ പരിധിയിൽ പോലും ബി ജെ പിക്ക് തിളക്കമാർന്ന മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി എന്തുകൊണ്ടാണ് ബി ജെ പി ഇങ്ങനെ വീണുപോയത്? അത് സുരേന്ദ്രൻ്റെ കടും പിടുത്തങ്ങൾ. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, തോൽവിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ തോറ്റത് എന്തിന്, എങ്ങനെ എന്ന ചോദ്യങ്ങൾ നിങ്ങൾ പാർട്ടി പ്രസിഡന്റിനോട് ചോദിക്കൂ, അതായത് കെ സുരേന്ദ്രനോട് പോയി ചോദിക്കുക, എന്നോടല്ല ചോദിക്കേണ്ടത് എന്ന് അർത്ഥം. അതുപോലെ തന്നെ സന്ദീപ് വാചസ്പതി പറഞ്ഞത് എന്താണ്? കോഴ, വർഗീയത, അതുപോലെ തന്നെ മുനമ്പം പ്രശ്നം, അതുപോലെ തന്നെ കൂറുമാറ്റം പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, നിരവധി വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കൂറുമാറ്റം, സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം. ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിയുടെ പ്രതിരോധം ശക്തമായിരുന്നില്ല, പാർട്ടി പ്രതിരോധം വളരെ വീക്കായിരുന്നുവെന്നാണ് സഞ്ജീവ് വാചസ്പതിയുടെ വാദം. ഇനിയുമുണ്ട് ആളുകൾ. ബി ജെ പിയുടെ തന്നെ ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ, അദ്ദേഹം പറയുന്നത് എന്താണ്? സ്ഥാനാർത്ഥി നിർണയത്തിലേ പിഴച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് പറ്റിയത് എങ്ങനെയാണ്? ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് എൻ ശിവരാജനാണ് ആദ്യമേ തന്നെ നിർദ്ദേശം പാർട്ടിയിൽ മുന്നോട്ട് വെച്ചത്. എന്നിട്ട് ചുമരെഴുത്തുകളും ഫ്ലെക്സും വരെ തെളിഞ്ഞു. ശോഭാജിക്ക് സ്വാഗതമെന്ന ഫ്ലെക്സ് കത്തിച്ച കാര്യമൊക്കെ അറിയാം. അപ്പോൾ ശോഭ, അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, ഈ 3 മുഖങ്ങൾക്കാണ് വോട്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള, വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി കേരളത്തിൽ ഇന്ന് നിലവിലുള്ളത്. മറ്റ് ഏത് നേതാക്കൾ നിന്നാലും ഇത്രയധികം വോട്ട് പുള്ള് ചെയ്യാൻ പറ്റില്ല, വലിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയില്ല എന്ന ഒരു പ്രതീതി ബി ജെ പിക്ക് അകത്തുമുണ്ട് പുറത്തുമുണ്ട്. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ നിൽക്കണം. ശോഭാ സുരേന്ദ്രനെ നിർത്തണമെന്നായിരുന്നു എൻ ശിവരാജൻ, ദേശീയ കൗൺസിൽ അംഗത്തിൻ്റെ നിർദ്ദേശം. എന്നാൽ അതെല്ലാം മറികടന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയാലും ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നാലും സി കൃഷ്ണകുമാറിനെ തന്നെയാണ് ബി ജെ പി പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുക. ഇതിനെ ചൊല്ലിയാണ് സന്ദീപ് വാര്യർ വിമർശനം ഉന്നയിച്ചതും സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയതും. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളി എന്നാണ് പ്രശ്നം. എന്താണ്? അടിസ്ഥാനത്തിനല്ല, മേൽക്കൂരയ്ക്കാണ് പ്രശ്നം, അടിസ്ഥാനത്തിന് പ്രശ്നമില്ല എന്നും ശിവരാജൻ പറഞ്ഞു വെക്കുന്നു. അതായത് അണികൾ കൃത്യമായി വോട്ട് ചെയ്യാനെത്തും, എന്നാൽ മേൽക്കൂര, കെ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ അവിടെ അധികാരത്തിലിരിക്കുമ്പോൾ, പ്രധാന കസേരയിൽ ഇരിക്കുമ്പോൾ ആളുകൾക്ക് അറപ്പാണ്, പാർട്ടിയോട് വെറുപ്പാണ് വളരുന്നത് എന്ന സന്ദേശമാണ് ഈ പ്രമുഖ നേതാക്കളും വക്താക്കളും ഒക്കെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ബി ജെ പിക്ക് അടിതെറ്റി. എത്ര വോട്ടുകളാണ് പോയത്? യു ഡി എഫ് ആ ഭാഗത്ത് നേടിയത്, പാലക്കാട് നേടിയത് 4310 വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ നേടി. അതുപോലെ, അതായത് ബി ജെ പി വോട്ടാണ് അവിടെ ചോർന്നു പോകുന്നത്. അതുപോലെ 860 വോട്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിൻ അവിടെ കൂടുതൽ പാർട്ടി അക്കൗണ്ടിലേക്ക് ചേർത്തത്. അങ്ങനെ നോക്കുമ്പോൾ തിളക്കമാർന്ന വിജയം രാഹുൽ മാങ്കൂട്ടത്തിന് ജയിച്ചു. കാരണം അവിടെ 3 തവണയായിട്ട് കോൺഗ്രസ് ആണ് നിലവിൽ അവിടുത്തെ MLA. ഷാഫി പറമ്പിലാണ് മുൻനിരയിലുള്ളത്. അപ്പോൾ കോൺഗ്രസ് ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി അതിനെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. ഒരു പക്ഷേയെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ 2021 ഭൂരിപക്ഷം 3000-നും 4000-നും ഇടയിൽ വോട്ടുകൾ മാത്രമായിരുന്നു. അത് മറികടക്കാൻ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിൽ കഴിയുമായിരുന്നു എന്ന വികാരമാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇനി പൊതുവെയുള്ള ധാരണ എന്താണ്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തന്നെ പാർട്ടിയെ നയിക്കട്ടെ എന്നായിരുന്നു ഇതുവരെയുള്ള പാർട്ടി ധാരണ. എന്നാൽ അത് മാറുകയാണ്. കെ സുരേന്ദ്രനെ എത്രയും പെട്ടെന്ന് ചവിട്ടി പുറത്താക്കണം. കെ സുരേന്ദ്രനെ ചവിട്ടി പുറത്താക്കി പാർട്ടി ശുദ്ധീകരിക്കണം. എന്നിട്ട് അവിടെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനെ ഇരുത്തണം. അങ്ങനെ പുതുമ വരണം, പാർട്ടിയിൽ പുതുമകൾ പരീക്ഷിക്കണം.
അതുമാത്രമല്ല RSSന്റെ സുഭാഷൊക്കെ ഈ BJP ഉള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് എത്ര കാലമായി. RSSകാർ പറയുന്നത് ഈ നേതൃത്വം ശരിയല്ല, ഇവർ പണക്കൊഴുപ്പിനും അതിൻ്റെ പുറകെ പോവാണ്, പണം, ആർത്തി, അധികാരദാഹം ഇതിൻ്റെ പുറകെ പായുകയാണ്. ഇവർക്ക് പാർലമെന്ററി രംഗത്തേക്ക്, അതായത് കേരളത്തിൻ്റെ ഭരണരംഗത്തേക്ക് വരണമെന്നല്ല ആഗ്രഹം, അവരുടെ കീശ നിറയ്ക്കുക, അവരുടെ സ്വന്തം ഖജനാവുകൾ നിറയ്ക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ പറഞ്ഞിട്ടാണ് RSS അകന്നു നിൽക്കുന്നത്. RSSന്റെ ഒരു പിന്തുണ പാലക്കാട് എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഇനിയും ഇഴകീറി പരിശോധിക്കണം. പാലക്കാട് BJPക്ക് അത്രയും സ്വാധീനമുള്ള മണ്ഡലം, ആ മണ്ഡലത്തിലാണ് BJP അടിപതറി വീണത്. അതുകൊണ്ടാണ് BJPയുടെ വോട്ട് ചോർന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്, BJP നേതൃത്വത്തിനെതിരെ അന്വേഷണം വേണമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, CPM ചില ആരോപണങ്ങൾ കൊണ്ടുവന്നു കോൺഗ്രസിനെതിരെ. ഒന്ന്, ആ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ താമസിച്ചിരുന്ന ഹോട്ടലുകളിലും വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിച്ചിരുന്ന ഹോട്ടലിലൊക്കെ റെയ്ഡ് നടത്തിയത്, പൈസ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ട്രോളിയിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നുവെന്ന് ഒരു ആരോപണം ഉണ്ടാവുകയും അതിനെ തുടർന്ന് പോലീസ് അവിടെ ഇരമ്പിപ്പാഞ്ഞെത്തുകയും അന്വേഷണത്തിൽ പോലീസ് ആകെ നാണം കെട്ട് അയ്യോ അയ്യോ എന്ന് വിളിച്ച് പിന്നെ ഓടിപ്പോകേണ്ട അവസ്ഥയും ഉണ്ടായി. അപ്പോഴും കെ സുരേന്ദ്രൻ CPMന് പിന്തുണ പ്രഖ്യാപിച്ചു. CPM പറയുന്നതാണ് ശരി, അതായത് പണം ഒഴുക്കുന്നുണ്ട്, കോൺഗ്രസ് പണം ഒഴുക്കുന്നുണ്ട് എന്ന CPM ആരോപണത്തിന് പിന്നാലെ കെ സുരേന്ദ്രൻ പോയി. ഇത് CPMും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്, ബന്ധമുണ്ട്, അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് സാധാരണ അണികൾക്ക് തോന്നലുളവാക്കി. അത് വലിയ വീഴ്ചയായിരുന്നു. അതുപോലെ തന്നെ വർഗീയ പരസ്യം, CPM കൊണ്ടുവന്ന പരസ്യ വിവാദം, അതായത് സരിൻ തരംഗം എന്ന പേരിൽ CPM സന്ദീപ് വാര്യരെ പ്രതിസ്ഥാനത്ത് നിർത്തി ഒരു പരസ്യം കൊടുത്തിരുന്നു 2 പത്രങ്ങളിൽ, സിറാജിലും അതുപോലെ സുപ്രഭാതത്തിലും. ഈ പരസ്യവും കെ സുരേന്ദ്രൻ ഏറ്റുപിടിച്ചു. പരസ്യ വിവാദത്തിലും കെ സുരേന്ദ്രൻ CPMന് ഒപ്പം നിന്നു. ഇതൊക്കെ വളരെ വലിയ കളങ്കമാണ് പാർട്ടിക്കുണ്ടാക്കിയത്, പാർട്ടി വോട്ട് ബാങ്കിൽ ഉണ്ടാക്കിയത് എന്ന് കൃത്യമായി എണ്ണി പറയുകയാണ് നേതാക്കൾ. ഏതായാലും ശോഭാജിയെ വിളിക്കൂ, സുരേന്ദ്രനെ ഒഴിവാക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ. ഇതാണ് BJP അണികളുടെയും രണ്ടാം നിര നേതാക്കളുടെയും പ്രബല പക്ഷത്തിൻ്റെയും ഉള്ളിലിരിപ്പ് എന്ന് വ്യക്തമാകുന്ന സംഭവങ്ങളാണ് BJPക്കുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.